സർ, ഈ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയുടെ മരണത്തിന് ശേഷം മാളത്തിൽ ഒളിച്ച ഒരാളുണ്ട്. ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി. എവിടെയാണ് ഇപ്പോൾ ആയത്തുള്ള? ഇസ്രായേലിനെ പേടിച്ച് മുങ്ങിയതാണോ, അതോ എന്തെങ്കിലും തന്ത്രങ്ങൾ ഈ ബങ്കറുകളുടെ അകത്തിരുന്ന് മെനയുകയാണോ? ഇപ്പം എന്താണ് ഇദ്ദേഹത്തിൻ്റെ അല്ല, അദ്ദേഹത്തെക്കുറിച്ച് കുറേ വാർത്തകൾ, കുറേ കഥകളാണ്, കുറേ വാർത്തകളാണ്, കുറേ വസ്തുതകളുണ്ട്, അതൊക്കെ വരുന്നുണ്ട്. പക്ഷേ അത് ഒളിവിലാണെന്നുള്ളത് ശരിയാണ്. കാരണം ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ളയുടെ മരണം, നസറുള്ളയുടെ മരണം ഒരു ചതിയിലൂടെയായിരുന്നു. ചതിയിലൂടെ എന്ന് പറഞ്ഞാൽ അതിന് ശരിക്കും നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ക്രിസ്റ്റീന ബാർസോണി എന്ന് പറയുന്ന യുവതി മുതൽ ആരംഭിച്ച ഒരു നീക്കമുണ്ട്. പേജർ ഇടപാടുകൾ നമ്മുടെ റിൻസൺ ജോസ് വഴി ഇങ്ങനെ കണക്ട് ചെയ്ത് ഹിസ്ബുള്ളയുടെ ആത്മവീര്യം തകർക്കുന്ന തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. കാരണം ഹിസ്ബുള്ളയ്ക്ക് ഉണ്ടാകുന്ന അടി ഇറാനുള്ള അടിയാണ്. ഖമനേയുടെ കൂലിപ്പട്ടാളമാണ്, അല്ലെങ്കിൽ മതപ്പട്ടാളമാണ് ഹിസ്ബുള്ള. അവർ സിറിയയിലുണ്ട്. യമനിലുള്ള ഹൂതികളും ഈ പറയുന്ന പോലെ ഇറാൻ്റെ മത ഭരണകൂടത്തിൻ്റെ ഒത്താശയോടെ, ധനസഹായത്തോടെ, ആയുധ സഹായത്തോടെ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനയാണ്. അപ്പോൾ അതോടുകൂടിയാണ് ഇറാൻ വലിയ ക്ഷീണമായി. ഇറാൻ എന്ത് ചെയ്തു? അവർക്കും ഭയമായി, ഇതുപോലെയുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടോ എന്നുള്ള ഭയം വന്നു. ഇയാളെ ചതിച്ചത് ശരിക്കും ഇസ്രായേലിൻ്റെ ഒരു ബുദ്ധിയാണ്. കാരണം ഒരു 4-5 പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ മാപ്പ് പ്രസിദ്ധീകരിച്ചു. ഈ സ്ഥലം ഇപ്പോൾ ആക്രമിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അതായത് ഹിസ്ബുള്ളയുടെ കമാൻഡ് ഇരിക്കുന്ന സ്ഥലം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുടെ മാപ്പ് പബ്ലിഷ് ചെയ്തിട്ട് അറബിയിൽ ഇസ്രായേലി സൈന്യത്തിൻ്റെ വക്താവ് പറഞ്ഞു, ഇന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾ ആക്രമിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് എല്ലാവരും ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ പുറത്ത് ഏതോ സ്ഥലത്തുണ്ടായിരുന്ന ഇസ്രായേലിൻ്റെ ശത്രുക്കളായ ഹിസ്ബുള്ളയുടെ ഈ കമാൻഡർമാർ, അതായത് നസറുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ ഭൂമിക്കടിയിലെ ബങ്കറിലേക്ക് വന്നിരുന്നു. കാരണം ആക്രമണം വരാൻ പോവുകയാണല്ലോ, സേഫായിട്ട് ഭൂമിക്കടിയിൽ ഇരിക്കാം. അപ്പോഴാണ് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്ന് പറഞ്ഞാൽ അത് സാധാരണ അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പാടില്ലെന്ന് ചില ഐക്യരാഷ്ട്ര വ്യവസ്ഥകളുണ്ട്. അതിമാരകമാണ്. സാധാരണ ബോംബ് ഫ്ലൈറ്റിൽ നിന്ന് താഴത്തേക്ക് ഇട്ടാൽ അവിടെ കിടന്ന് പൊട്ടും. ഇതങ്ങനെയല്ല. ഈ ബോംബ് വിമാനത്തിൽ നിന്ന് ഡ്രോപ്പ് ചെയ്താൽ ഒരു 30 മീറ്ററോളം ആഴത്തിൽ മണ്ണിലേക്ക് ഇത് തുളച്ചിറങ്ങും, എന്നിട്ട് അടിയിൽ പോയി പൊട്ടും. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ കെട്ടിടങ്ങളുടെ അടിത്തറ 30 അടി ആഴത്തിലൊന്നും പോകത്തില്ലല്ലോ. ഈ ബോംബ് 30 അടി ആഴത്തിലോട്ട് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇടുമ്പോൾ അടിത്തട്ട് ഉൾപ്പെടെയാണ് പൊങ്ങിപ്പോകുന്നത്. അതായത് കെട്ടിടം മൂടോടെ പറഞ്ഞു പോരും. അതിൻ്റെ ഇപ്പോൾ ബങ്കറിലിരിക്കുന്ന ആളുകളെ കൊല്ലാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് അത്ര വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരായുധമല്ല, അതിഭീകരമായ നാശം ഉണ്ടാക്കുന്നതാണ്. കാരണം ആ പ്രദേശം ഒരു വലിയ ഉരുളുപൊട്ടലോ ഒക്കെ നടന്ന കല്ലോട് കല്ല് അവശേഷിക്കും, ലിറ്ററലി. അങ്ങനെയാണ് ഈ ബോംബുണ്ട. അങ്ങനെയാണ് ഈ നസറുള്ളയെ കൊലപ്പെടുത്തിയത്. നസറുള്ളയെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെ വ്യാജമായി ഞങ്ങൾ ആക്രമിക്കുകയാണ് എന്നൊരു വ്യാജമായിട്ടുള്ളൊരു ട്രാപ്പ് ഉണ്ടാക്കി വെച്ചു. ഇത്തരം ട്രാപ്പുകൾ ഒരുക്കി ഇരകളെ കെണിയിൽ വരുത്താൻ വലിയ വിദഗ്ധരാണ് ഇസ്രായേലും മൊസാദും. ഇത് കൃത്യമായിട്ടറിയാം. അപ്പോൾ ഹസൻ നസറുള്ള വീണപ്പോൾ തന്നെ ഖമനേയി ഒളിവിൽ പോയി. ഖമനേയിയെ സംബന്ധിച്ചിടത്തോളം, കാരണം ഇറാൻ്റെ ഒരു വലിയ പരാധീനത എന്ന് പറയുന്ന ഒരു വീക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഹമാസ് തലവനായ ഇസ്മയിൽ ഹനയെ കൊലപ്പെടുത്തിയല്ലോ, അത് അവരുടെ പുതിയ പ്രസിഡൻ്റായ പെഷസ്ക്യാൻ അധികാരത്തിലേറ്റ് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വിളിച്ചു വരുത്തിയപ്പോൾ അയാൾ അവിടെ കൊന്നു. കൃത്യമായും ഇസ്രയേലിന് അനുകൂലമായി ഇറാനിൽ ചാരപ്രവർത്തനം നടത്തുന്ന ആളുകളുണ്ടെന്ന് ബോധ്യപ്പെട്ടു. ഇറാൻ റിപ്പബ്ലിക്കൻ റവല്യൂഷണറി ഗാർഡ്സ് എന്ന് പറയുന്ന ഇവരുടെ ഒരു എലീറ്റ് ഫോഴ്സാണ് കാവൽ നിൽക്കുക. അതിൽ നിന്നുള്ള ആളുകളുടെ ഒത്താശയില്ലാതെ ആ മുറിക്കുള്ളിൽ ബോംബ് വെക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇറാന് സ്വന്തം പട്ടാളത്തെ പേടിയായി തുടങ്ങി. അതോടുകൂടിയാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങളെ പേടിയായി, സ്വന്തം പട്ടാളത്തെ പേടിയായി. അതുകൊണ്ട് ഏറ്റവും വിശ്വസ്തരായ ആളുകളെ മാത്രം കൂട്ടി ഖമനേയി ഒളിവിൽ പോയിരിക്കുകയാണ്. ഒളിവിൽ പോയെന്ന് വെച്ചാൽ നമ്മുടെ കള്ളന്മാർ ഒളിവിൽ പോകുന്ന പോലെയല്ല. അദ്ദേഹം ഇപ്പോൾ ഏറ്റവും വരുന്ന വാർത്ത, ഖമനേയി ഇപ്പോൾ കഴിയുന്നത് നമുക്ക് കേട്ടാൽ ചിരി വരും, വൈദ്യുതി ഇല്ലാത്ത ഒരു സ്ഥലത്താണ്. കാരണം ഇലക്ട്രിസിറ്റിയെ പോലും ഭയമാണ്. കറണ്ട് വന്നിട്ട് എന്തെങ്കിലും തരത്തിൽ ഇലക്ട്രിക് ഷോക്ക് അടിച്ച് കൊന്നാലോ എന്നത്. വൈദ്യുതിയില്ല, മറ്റ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളില്ല. ആളുകൾ വഴി കുറേ കാലമായി ഹമാസും ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ യാഹിയ സിൻവർ എന്ന് പറയുന്ന അവരുടെ നേതാവ്, ഇപ്പോഴത്തെ ഹനയ്യയ്ക്ക് ശേഷം വന്ന യാഹിയ സിൻവർ മെസ്സേജ് കൈമാറുന്ന കത്തുകൾ വഴിയാണ്. പക്ഷേ കഴിഞ്ഞ ഇടയ്ക്ക് ലാസ്റ്റ് പിടിച്ച കത്ത് എഴുതിയിരിക്കുന്നത് സിൻവർ അല്ല. അതുകൊണ്ട് സിൻവർ കൊല്ലപ്പെട്ടോ എന്നൊരു സംശയം നിലനിൽക്കവെയാണ്
ഖമനയി ഒളിവിപ്പിരിക്കുന്നത്. ഖമനയുടെ കമ്മ്യൂണിക്കേഷൻസും ഈ കത്തുകൾ വഴിയുള്ള കമ്മ്യൂണിക്കേഷൻസാണ്. കുറച്ചായിട്ട് അത്തരം കമ്മ്യൂണിക്കേഷൻസ് ഒന്നും ആർക്ക് കിട്ടുന്നില്ല, ഇസ്രായേലിന് കണ്ടെത്താൻ കഴിയുന്നില്ല. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അദ്ദേഹം ഒരു ബങ്കറിൽ ഒരു എയർ കണ്ടീഷനില്ല, വൈദ്യുതിയില്ല, ടെലഫോണില്ല, മണ്ണെണ്ണ വിളക്ക് പോലെ വിളക്ക് കത്തിച്ച് ഒരു ബങ്കറിൽ കഴിയുന്നതാണ്. നോക്കൂ, ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടത്തെ ആകെ നിയന്ത്രിക്കുന്ന മതശാസ്ത്രം നടപ്പാക്കുന്ന ഒരു രാജ്യം, അവിടുത്തെ ഒരു വലിയ പ്രവാചക തുല്യനായി അവർ കരുതുന്ന മുഴുവൻ ജനങ്ങളൊന്നും അല്ല കേട്ടോ. ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഇപ്പോൾ ഒരു യുദ്ധത്തിന് പോയാലുള്ള വലിയ പ്രശ്നം ഇറാനുള്ളിൽ ആഭ്യന്തര കലഹം നടക്കും. ഓർക്കുന്നില്ലേ, ഒരു വർഷം മുമ്പ് ഒരു പെൺകുട്ടി, 20 വയസ്സുള്ള പെൺകുട്ടി മക്സ അമ്നി എന്ന് പറഞ്ഞ പെൺകുട്ടി തെരുവിലിറങ്ങിയപ്പോൾ തലമുടി മറച്ചില്ല, തലമുടി പുറത്ത് കണ്ടു എന്ന് പറഞ്ഞ് ഇവിടെ പിടിച്ചുകൊണ്ടുപോയി. ഖമനയുടെ മതപോലീസ് പിടിച്ചുകൊണ്ടുപോയി ആ പെൺകുട്ടിയുടെ തലയ്ക്ക് കൂടം കൊണ്ടടിച്ചു. അങ്ങനെയാണ് പെൺകുട്ടി മരിച്ചത്. ഇതേ തുടർന്ന് സ്ത്രീകൾ വലിയ തോതിൽ തെരുവിലിറങ്ങി അവരുടെ ഹിജാബൊക്കെ വലിച്ചു കീറി. പക്ഷേ ആ സമരത്തെ അതിമൃഗീയമായി നേരിട്ട് 200ഓളം പേർ കൊല്ലപ്പെട്ടു. പല പെൺകുട്ടികളെയും പിടിച്ചു നിർത്തി ജീവനോടെ കണ്ണു ചൂഴ്ന്നെടുത്തു. അത്ര ക്രൂരനായ ഒരു മതജീവിയാണ്, വർഗീയവാദിയാണ് ഈ 80 വയസ്സ് അടുപ്പിച്ചുള്ള ഈ മുതുകളവൻ. അങ്ങനെ തന്നെ പറയണം. കാരണം ഒരു മനുഷ്യത്വം ഇല്ലാതെ അന്ധമായ മതഭ്രാന്ത് കൊണ്ട് ജീവിക്കുന്ന ഒരു നികൃഷ്ട ജന്മമാണ് ഈ അലി ഖമനയി എന്ന് പറയുന്ന ഇയാൾ. അയാളിപ്പോൾ ഒരു ഭൂമിക്കടിയിലുള്ള തണുത്ത തറയുള്ള ഒരു ബങ്കറിൽ കറണ്ടില്ല, ഒന്നുമില്ലാതെ ഒറ്റപ്പെട്ട് ഭയന്ന് വിറച്ച് കഴിയുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നു. അയാളെ കണ്ടെത്താൻ ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഒരു ചോദ്യം എൻ്റെ കൂടെ ചോദിച്ചോട്ടെ, ഈ പരമോന്നത നേതാവിനെ കൊല്ലാനുള്ള ശ്രമങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ? ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഇസ്രായേൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ രാജ്യത്തെ ജനങ്ങൾക്ക് സമാധാനത്തോടെ കഴിയണം, സമാധാനത്തോടെ കഴിയാൻ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങളുടെ കൈകളെത്താത്ത ഒരു സ്ഥലവുമില്ല. കാരണം ഇന്നിപ്പോൾ നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതായത് 84-ാം ബറ്റാലിയൻ 94-ാം ഡിവിഷൻ, ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ 98-ാമത്തെ ഡിവിഷൻ, 98ആണ്. 98-ാമത്തെ ഡിവിഷൻ വീണ്ടും ഗസയിൽ ഓപ്പറേഷൻ തുടങ്ങിയിരിക്കുക. ഇപ്പോൾ ഓപ്പറേഷൻ അവർ നടത്തുന്നത് ബന്ദികളെ രക്ഷിക്കാനുള്ള, ഹോസ്റ്റേജിനെ രക്ഷിക്കാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നു എന്ന് IDFൻ്റെ സൈറ്റിൽ പറയുന്നുണ്ട്. അതായത് ഇസ്രയേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി ഹമാസ് ഗസയിൽ എവിടെയൊക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ബന്ദികളെ കിട്ടാത്തൊരു വലിയ പ്രശ്നമാണല്ലോ. അവരെ കുറിച്ചുള്ള എന്തോ നിർണായകമായ വിവരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ പ്രത്യേകമായി IDF ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുക. 98th ഡിവിഷൻ ഗസയിൽ ഈ ഹോസ്റ്റേജസിനെ കണ്ടെത്താനുള്ള ഒരു ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നു 8 മിനിറ്റ് മുമ്പ് ഒരറിയിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തോ ഒരു വിവരം കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ ഇവരുടെ പൗരന്മാരെ ജീവനോടെ സംരക്ഷിക്കണം, സമാധാനത്തോടെ ഒരു രാജ്യമല്ലേ, എന്നും മിസൈലും റോക്കറ്റ് ആക്രമണവും ഒക്കെ വന്നാൽ എങ്ങനെ ജീവിക്കും? അത് അവരുടെ ഒരു അവകാശമല്ലേ. 1948 മുതൽ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിനൊരു അറുതി വരുത്തുന്നത് ഇനി വയ്യ, ഇനി ഞങ്ങളെ ആരും ആക്രമിക്കരുത്, അതിനുവേണ്ടി ആരെയും എന്തും ചെയ്യും എന്ന നിലപാടിലാണ് ഇപ്പോൾ ഇസ്രായേൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ലെബനനിലുള്ള ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നു, സിറിയയിലുള്ള ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നു, യമനിലുള്ള ഹൂതികളെയും ആക്രമിക്കുമെന്ന് അവർ പറഞ്ഞിരിക്കുന്നു. ഇതിന് 3 രാജ്യങ്ങളിലായിട്ട് നിൽക്കുന്ന 2 പ്രധാനപ്പെട്ട തീവ്രവാദ ശക്തികളെ അമർച്ച ചെയ്യും, ഇല്ലായ്മ ചെയ്യും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഗസയിലെ കൂടാതെ, ഗസയ്ക്ക് പുറമെയാണ്, ഹമാസിന് പുറമെ. ഹമാസ് ഏതാണ്ട് കഴിഞ്ഞു. ഇനി ഇവർക്ക് ചാലകശക്തിയായിട്ട് പണവും ആയുധവും മത സപ്പോർട്ടും കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ഇറാനാണ്. ഇറാൻ അത് തുടർന്നുകൊണ്ടിരുന്നാൽ തീർച്ചയായും ഇറാനെ ആക്രമിക്കും. കാരണം ആക്രമിക്കാൻ ഇറാൻ ഏതെങ്കിലും തരത്തിൽ സിറിയക്കെതിരെ, ലെബനനെതിരെ, യമനെതിരെ ഇസ്രായേൽ നടത്തുന്ന 3 രാജ്യങ്ങളിൽ കയറിയാണല്ലോ ആക്രമണം നടത്തുന്നത്. അതിൽ ഏതെങ്കിലും തരത്തിൽ ഇറാൻ ഇടപെടാൻ വേണ്ടി അമേരിക്കയുടെ 43,000 പേരടങ്ങുന്ന സൈന്യത്തെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ടെന്ന് സബ്രീന സിംഗ്, പെൻറ്റഗൺ വക്താവ്, ഇപ്പോൾ ഇന്ന് രാവിലെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. അതിൽ 2 വിമാനവാഹി കപ്പലുണ്ട്, അമേരിക്കയുടെ എല്ലാ ആധുനിക യുദ്ധവിമാനങ്ങളും ഉണ്ട്, ഞങ്ങൾ ഇനിയും ഏതാനും 1000 ഭടന്മാരെ കൂടെ അയക്കുകയാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇറാൻ ഒരു ടാർഗറ്റാണ്. ഇറാൻ എന്തെങ്കിലും ഇടപെട്ടാൽ ഒരു സംശയം വേണ്ട, ഇറാന് അടികിട്ടും. തീർച്ചയായും ഇറാനെ കയറി അമേരിക്ക തന്നെ ഒരുപക്ഷെ ആക്രമിച്ചുകൊണ്ടിരിക്കും. സാറേ, ഈ തീവ്രവാദ ശക്തികളെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത്. ഈ ആശയത്തെ ഇല്ലാതാക്കിയാലല്ലേ ഇത് വേരോടെ പിടിതെറിയാൻ സാധിക്കും? അതൊരു വല്ലാത്ത ചോദ്യമാണ്. ഈ ആശയം എവിടെ നിന്നാണ് അവരെന്നറിയാം? എവിടെ നിന്നാണ്? ഇവരിൽ നിന്ന് തന്നെ. ഇവർക്ക് എവിടെ നിന്ന് കിട്ടുന്നറിയാം? അപ്രിയ സത്യമാണ്. ഇവർക്ക് ഈ ആശയം കിട്ടുന്നൊരു പുസ്തകത്തിൽ നിന്നാണ്. ആ പുസ്തകത്തിൻ്റെ പേരറിയാലോ,
പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകം പറഞ്ഞിരിക്കുന്നത് നിൻ്റെ മതവിശ്വാസത്തെ അംഗീകരിക്കാത്ത എല്ലാവരും കാഫിറാണ്, ആ കാഫിറിനെ കൊല്ലണം. അപ്പോൾ ആശയത്തെ ഇല്ലായ്മ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമില്ല. കാരണം ചെറുപ്പത്തിലെ മദ്രസ വിദ്യാഭ്യാസം വഴി ആ മനസ്സുകളിലേക്ക് കുത്തി കയറ്റുന്നത് ഇതാണ്. പിന്നെ നമ്മൾ ഭഗവത്ഗീത അറിയാം, ബൈബിൾ അറിയാം, അല്ല ഈ ബൈബിളിൻ്റെ മറ്റൊരു വെർഷനാണ് അല്ലെങ്കിൽ അതിൻ്റെ പഴയ നിയമത്തിൻ്റെ ഭാഗമാണ് തോറ എന്ന് പറയുന്ന ഇവരുടെ ആരുടെ യഹൂദന്മാരുടെ പുസ്തകം, സിഖുകാരുടെ ഗുരുഗ്രന്ഥ സാഹിബ് അറിയാം. ഇങ്ങനെ പല മതഗ്രന്ഥങ്ങളുണ്ട്. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഖുറാൻ ഒരു വ്യത്യാസമുണ്ട്. ഖുറാൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഒരു ഭരണഘടനയാണ്. ഒരു ഇസ്ലാം, ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു നിയമ സംഹിതയാണ് ഖുറാൻ. മറ്റ് മതഗ്രന്ഥങ്ങൾ അങ്ങനെയല്ല. അത് വായിച്ചിട്ട് ചെയ്യാതിരിക്കാം, പക്ഷേ ഇത് ചെയ്തില്ലെങ്കിൽ നീ മതത്തിന് പുറത്താണ്. അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു മതവിശ്വാസമാണ് ഇതിൻ്റെയൊക്കെ ആശയം. അതുകൊണ്ട് ആശയപരമായി ചെറുക്കുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ ദൂരവ്യാപകമായ വലിയ അർത്ഥതലങ്ങളുണ്ട്. പക്ഷേ ഒരു വിശ്വാസം, ഒരു മതത്തെ ഇല്ലാതാക്കലൊന്നും എളുപ്പമൊന്നുമല്ല. മതത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല. മതം വിശ്വാസികളുള്ള കാലത്തോളം മതം നിലനിൽക്കും. പക്ഷേ ആ മതത്തിൻ്റെ തീവ്രവാദ അംശത്തെ ഇല്ലാതാക്കുക, മതത്തിൻ്റെ പേരിൽ മറ്റുള്ളവരെ കൊല്ലാൻ നടക്കുന്നവരെ എതിരാക്കുക എന്നത് മാത്രമേ പ്രായോഗികമായിട്ടുള്ളൂ. ഇപ്പോൾ പടിഞ്ഞാറൻ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു കഥയാണ്. അത് ശരിയായിരിക്കാം, ശരിയല്ലായിരിക്കാം. പിന്നെ പടിഞ്ഞാറൻ മാധ്യമങ്ങൾ കള്ളം പറയുമെന്ന് വെച്ചാൽ കള്ളം പറയുമായിരിക്കും, സത്യവും പറയുമായിരിക്കും. ഖമനേയി ഒളിവിൽ വൈദ്യുതി പോലും ഇല്ലാത്ത ഒരു ബങ്കറിൽ കഴിയുന്നു എന്നുള്ളത് ഇപ്പോൾ ഒരു പടിഞ്ഞാറൻ മാധ്യമങ്ങളിൽ കാണുന്നൊരു വാർത്തയാണ്. ഇനി ഇപ്പോൾ വേറൊരു കഥ കൂടെ പറയാം. 7 മാസം മുമ്പ് നടന്നതാണ്. അതും കഥയോ ആണോ കാര്യമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പേജർ സംഭവങ്ങളുടെ പശ്ചാത്തലം നോക്കുമ്പോൾ അതിൽ ചിലപ്പോൾ കാര്യം ഉണ്ടാവുമായിരിക്കാം. അവിശ്വസനീയമെന്ന് തോന്നുന്ന ഒരു ഇടപാടാണ് പേജർ പൊട്ടിത്തെറിച്ച്, പേജറും വയർലെസ്സും പൊട്ടിത്തെറിക്കുന്നുണ്ടായി. നമ്മളാരും കരുതിയിട്ടില്ല. ലോകത്ത് യുദ്ധങ്ങളുടെ ചരിത്രത്തിൽ ഇങ്ങനെ കേട്ടിട്ട് പോലുമില്ല. അതുകൊണ്ട് ചിലപ്പോൾ ശരിയായേക്കാമെന്ന ഒരു കഥ ഇപ്പോൾ ഓൺലൈനിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. അത് 7 മാസം മുമ്പാണ്. ഇപ്പോൾ ഈ യുദ്ധമൊക്കെ ഇത്രയും മൂർധന്യത്തിൽ എത്തുന്നതിന് മുമ്പ് പ്രിമേക്ക് ഗാർമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ബംഗ്ലാദേശിലുണ്ട്. ബംഗ്ലാദേശാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ റെഡിമെയ്ഡ്, ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലം. ഇന്ത്യ ഉൾപ്പെടെ നമ്മൾ റിലയൻസിലൊക്കെ പോയി തുണി വാങ്ങിച്ചാൽ മെയ്ഡ് ഇൻ ബംഗ്ലാദേശിൽ നിന്നാണ്. ഏറ്റവും കുറഞ്ഞ കൂലിക്ക് ആളുകൾ പണിയെടുത്ത് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നതാണ് ബംഗ്ലാദേശിൻ്റെ പ്രധാനപ്പെട്ട വ്യവസായം. ഇപ്പോൾ അത് തകർന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടുന്ന് പരുത്തി ഉൾപ്പെടെ നൂലുൾപ്പെടെ ഒന്നും ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നില്ല. അതുകൊണ്ട് വലിയ പ്രതിസന്ധിയിലാണ്. അപ്പോൾ ഈ പ്രിമേക്ക് ഗാർമെൻറ്റ്സ് എന്ന് പറയുന്ന ഈ കമ്പനിക്ക് അൽ ഫസാറിയ എന്ന വസ്ത്ര വിതരണ കമ്പനിയിൽ നിന്ന് ഒരു അന്വേഷണം ചെല്ലുന്നു. ഞങ്ങൾക്ക് കുറേ ലക്ഷക്കണക്കിന് അണ്ടർ ഗാർമെൻറ്റ്സ് വേണം, പുരുഷന്മാരുടെ അടിവസ്ത്രം വേണം. അപ്പോൾ അവർ സാമ്പിൾ അയച്ചു കൊടുത്തു. ഒരു പ്രിമേക്ക് കമ്പനി ഈ അൽ ഫസാറിയയ്ക്ക് അയച്ചു കൊടുത്തു. അവരത് പരിശോധിച്ച് പറഞ്ഞു, കൊള്ളാം, നല്ല ക്വാളിറ്റിയാണ്, ഞങ്ങളൊരു 2 ലക്ഷം പീസ് വേണം. പുരുഷന്മാരുടെ ജെട്ടി ചോനാലത്ത് അണ്ടർ ഗാർമെൻറ്റ് ഓർഡർ ചെയ്തു. അപ്പോൾ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇലാസ്റ്റിക് പോരാ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഇതിൻ്റെ ഇലാസ്റ്റിക് ഞങ്ങൾ സപ്ലൈ ചെയ്യാം. ഈ ഇലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി ഞങ്ങൾക്ക് പോരാ, അത് വിയർപ്പൊക്കെ പറ്റുന്ന തരത്തില്ല, വിയർപ്പ് അബ്സോർബ് ചെയ്യുന്നതല്ല, വിയർപ്പ് അബ്സോർബ് ചെയ്യുന്ന ഇലാസ്റ്റിക് വേണം, അത് ഞങ്ങൾ സപ്ലൈ ചെയ്യാം. നിങ്ങളിപ്പോൾ വാങ്ങുന്നതിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് ഞങ്ങൾ തരാം. അപ്പോൾ അവർക്ക് സന്തോഷമായി, ഞങ്ങൾക്ക് ഇത്രയും ബൾക്ക് ഓർഡറും കിട്ടി, നമ്മൾ വാങ്ങുന്നതിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് ഇലാസ്റ്റിക് ഈ ഇതുണ്ടാക്കുന്ന കമ്പനി പുറത്തുനിന്ന് മേടിക്കുകയാണ്. ഇലാസ്റ്റിക് മാനുഫാക്ചർ വേറെയാണ്, അവർക്ക് കൊടുത്ത് അവരോട് ലേബലൊക്കെ എഴുതിയിട്ട് മേടിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വാങ്ങുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഞങ്ങൾ തന്നേക്കാം ഇലാസ്റ്റിക്. അങ്ങനെ വന്നു ഈ 2 ലക്ഷത്തോളം അണ്ടർ ഗാർമെൻറ്റ്, പുരുഷന്മാരുടെ അണ്ടർ ഗാർമെൻറ്റ് കയറ്റിപ്പോയി. ഇത് ഇറാനിലേക്കായിരുന്നു ഓർഡർ. ഇറാൻ ഈ സാധനം വാങ്ങിയത് ശരിക്കും സിറിയയിലുള്ള, ലബനോണിലുള്ള ഹിസ്ബുള്ളയിലെയും യമനിലെ ഹൂതികളിലെയും ഭടന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് ആണെന്നാണ് പറയുന്നത്. ജെട്ടി, അതായത് ഇറാൻ്റെ കൂലി പട്ടാളക്കാർക്ക് ഇസ്രയേലിനെതിരെ റോക്കറ്റ് അയച്ചുകളിലേക്ക് പട്ടാളക്കാർക്ക് ഇടാനുള്ള ജെട്ടിയാണ് ബംഗ്ലാദേശിൽ നിന്ന് പോയത്. ഇലാസ്റ്റിക് മാത്രം അൽ ഫസാറിയ എന്ന് പറഞ്ഞ കമ്പനി സപ്ലൈ ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ പറയുന്ന കഥ കേൾക്കുന്ന കാര്യം, ഈ ഇലാസ്റ്റിക്കിൽ ഡൈക്ലോറോ യുറേനിയം എന്ന് പറയുന്ന ഒരു സാധനം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അൽ ഫസാറിയ എന്ന് പറയുന്ന കമ്പനി ഒരു ഇസ്രയേൽ ബന്ധമുള്ള കമ്പനിയായിരുന്നു. അവർ ഓർഡർ ചെയ്യിച്ച ഈ 2 ലക്ഷത്തോളം ജെട്ടികളുടെ ഇലാസ്റ്റിക്കിൽ ഡൈക്ലോറോ യുറേനിയം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ക്യാൻസർ ചികിത്സയ്ക്ക് കോശങ്ങളെ കരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. അത് ആ ഭാഗം യുറേനിയം റേഡിയോ ആക്റ്റീവാണല്ലോ, റേഡിയോ ആണവ വികിരണം പുറപ്പെടുവിക്കുന്ന സാധനമാണ്. അപ്പോൾ ഈ യുറേനിയം കണ്ടൻറ്റുള്ള ഈ ഇലാസ്റ്റിക്കാണ് ഈ 2 ലക്ഷം ജെട്ടികളിലുണ്ടായത്. അതുകൊണ്ട് സംഭവിക്കുന്നതറിയാം, അത് ഇരിക്കുന്ന പ്രദേശത്തെ ഭാഗമൊക്കെ കോശങ്ങൾ ചുങ്ങി പോകും. എന്തെല്ലാം ചുങ്ങി പോയിട്ടുണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല. ഇങ്ങനെ വരെ
ഈ ഇറാൻ്റെയും ഹൂത്തികളുടെയും ഹിസ്ബുള്ളയുടെയും സൈനികരെ ഇസ്രയേൽ പണിതു എന്നൊരു കഥ ഇപ്പോൾ വരുന്നുണ്ട്. ജട്ടിയിലും കൊടുത്തു പണി. സന്തോഷമായില്ലേ? അപ്പോൾ നമ്മൾ തമാശയായിട്ട് തോന്നും. പക്ഷെ നോക്കൂ, ഒരു രാജ്യം എങ്ങനെയൊക്കെയാണ് അവരുടെ ശത്രുക്കളെ വെടിയുണ്ടയും തോക്കും ബോംബും ഇല്ലാതെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നുള്ള അവരുടെ തലച്ചോറാണ്. ഇത് ഭീകരപ്രവർത്തനമാണെന്ന് പറയുന്നവരുണ്ട്. മണ്ടയ്ക്ക് വേറെ തമാശയല്ല, ഇതിനകത്തൊരു സീരിയസ് കാര്യമാണ്. നമുക്ക് ഒരു ബോംബിടും, ഒരു മാർക്കറ്റിൽ, ഒരു സ്കൂളിൽ, ഒരു ഹോസ്പിറ്റലിൽ, ഒരു നഗരത്തിൽ ബോംബിട്ടാൽ നിരപരാധികൾ മരിക്കും അല്ലേ? ഇപ്പം കുറച്ചായിട്ട് ഇസ്രയേൽ ചെയ്യുന്ന വളരെ മാന്യമായ യുദ്ധമാണ്. അവർ ഭീകരന്മാരുടെ മാത്രം പേജർ പൊട്ടിത്തെറിക്കുന്നു. ഇത് ഭീകരന്മാരുടെ മാത്രം, അല്ലെങ്കിൽ ഇറാൻ്റെ ഭീകരൻ ഹിസ്ബുള്ളയുടെ ഹൂതികളുടെ മാത്രം ജെട്ടി റേഡിയോ ആക്റ്റീവ് ആക്കുന്നു. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ചത്ത് സ്വർഗത്തിൽ ചെന്നാലും ഹൂറികളെ കിട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. റേഡിയോ ആക്റ്റീവ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പാശ്ചാത്യ ലോകത്ത് പ്രചരിക്കുന്നുണ്ട്. ഇതൊക്കെ നേരാണോ ഇല്ലയോ നമുക്കറിയാം. ചിലപ്പം ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. കാരണം എന്നറിയാമോ, നമ്മൾ വിചാരിക്കാത്ത പോലെ ഒരു തായ്വാൻ്റെ പേജർ എന്ന് പറയുന്നു, അത് പിന്നെ ഹംഗറി ബുഡാപെസ്റ്റിലെത്തുന്നു, അവിടുന്ന് നോർവേയിലെത്തുന്നു, ബൾഗേറിയ എത്തുന്നു. ഇങ്ങനെ 5-6 രാജ്യങ്ങളെ കണക്ട് ചെയ്ത് പേജർ കൊടുത്ത് 5000 പേരെ പൊട്ടിച്ചു കൊന്ന മൊസാദിൻ്റെ തലയിൽ ഇങ്ങനെ തോന്നിയാലും അത്ഭുതമൊന്നുമില്ല. പണി കൊടുക്കുന്നുണ്ട്. പണി പാലും വെള്ളത്തിലല്ല, പണി ജട്ടിയിൽ വരെ ആര് കൊടുക്കും? ഇസ്രായേൽ കൊടുക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.